സഖ്യത്തിന്റെ ഡൽഹിയിലെ യോഗത്തിൽ പങ്കെടുത്തിരിക്കുന്നത് CPM കേന്ദ്ര കമ്മിറ്റിയിലെ ക്ഷണിതാവ് മാത്രമായ ജോൺ ബ്രിട്ടാസ് MP ആണ്. അതുപോലെ തന്നെ ഇപ്പോൾ പുറത്തു വന്ന മാസപ്പടി കേസിലെ ED സമൻസുമായി ബന്ധപ്പെട്ട് നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്ന് ആദ്യ പ്രതികരണം CPMന്റെ ഭാഗത്തു നിന്ന് നടത്തിയതും ഇതേ ബ്രിട്ടാസ് തന്നെയാണ്. എന്താണ് ഈ CPMൽ സംഭവിക്കുന്നത്? സംസ്ഥാന ഘടകത്തിന്റെയും ദേശീയ ഘടകത്തിന്റെയും സൂപ്പർ സെക്രട്ടറി ആണോ ഇപ്പോൾ ഈ ജോൺ ബ്രിട്ടാസ്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇത്രയും വലിയൊരു നേതൃദാരിദ്ര്യം CPMനുണ്ടോ? ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളിലും അന്തം വിട്ടിരിക്കുന്നത് ഇപ്പോൾ CPM നേതാക്കൾ തന്നെയാണ്. ഇന്ത്യ മുന്നണി യോഗത്തിൽ സാധാരണഗതിയിൽ പങ്കെടുക്കാറുള്ളത് CPM ജനറൽ സെക്രട്ടറി ആണ്. അതല്ലെങ്കിൽ മുതിർന്ന PB അംഗങ്ങളിൽ ആരെങ്കിലും പങ്കെടുക്കും. എന്നാൽ ഇത്തവണ CPM ജനറൽ സെക്രട്ടറി MA ബേബി ഈ ഒരു യോഗത്തിലേക്ക് പറഞ്ഞു വിട്ടിരിക്കുന്നത് കേന്ദ്ര കമ്മിറ്റിയിലെ ക്ഷണിതാവ് മാത്രമായ ജോൺ ബ്രിട്ടാസിനെയാണ്. CPM BJP ഡീലാരോപണം കേരളത്തിൽ വന്ന് കോൺഗ്രസ് ദേശീയ നേതാക്കൾ ആരോപിച്ചതിൽ പ്രതിഷേധം അറിയിക്കാൻ മുതിർന്ന നേതാവിനെയായിരുന്നു CPM വിടേണ്ടിയിരുന്നത് എന്നതാണ് എന്റെ ഒരു അഭിപ്രായം. ഈ ദേശീയ നേതാക്കൾ ഇരിക്കുന്ന ഒരു വേദിയിൽ ജൂനിയർ ആയിട്ടുള്ള ഒരു MBയെ പറഞ്ഞത് ഉന്നയിക്കുന്ന വിഷയത്തിന്റെ ഗൗരവമാണ് യഥാർത്ഥത്തിൽ ചോർത്തിക്കളഞ്ഞിരിക്കുന്നത്. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറിയോ അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് അംഗങ്ങളോ പ്രതികരിക്കേണ്ട ED വിഷയത്തിലും ജോൺ ബ്രിട്ടാസ് ചാടിക്കേറി ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. ഇത് CPM സംസ്ഥാന നേതൃത്വം പറഞ്ഞിട്ടായാലും അല്ലെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചേർന്ന സംഘടനാ രീതിയല്ല എന്ന് തന്നെ എന്തായാലും പറയേണ്ടി വരും. ഈ മാസപ്പടി കേസിൽ വീണയുടെ കാര്യത്തിൽ നിയമത്തിന്റെ വഴിക്ക് പൊക്കോട്ടെ എന്ന് പറയേണ്ടിയിരുന്നത് ജോൺ ബ്രിട്ടാസ് അല്ല. ഈ ബന്ധപ്പെട്ട ഘടകങ്ങളുടെ കൂടിയാലോചനയിലൂടെയും CPM അഖിലേന്ത്യാ നേതൃത്വവും സംസ്ഥാന നേതൃത്വവുമാണ് ശരിക്കും ഇത് പറയേണ്ടിയിരുന്നത്. അതല്ലാതെ ഇങ്ങനെ സുപ്രധാന കാര്യങ്ങളിൽ ജോൺ ബ്രിട്ടാസ് പ്രതികരിച്ചു തുടങ്ങിയാൽ അത് CPM നേതാക്കൾക്കിടയിൽ തന്നെ വലിയ ഭിന്നതക്കാണ് ഇടയാക്കുക. പിണറായി സർക്കാരിന്റെ ഭരണകാലത്ത് PM ശ്രീ പദ്ധതിയിൽ കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനുമിടയിൽ പാലമായി നിന്നത് ജോൺ ബ്രിട്ടാസ് ആണെന്ന് കേന്ദ്രമന്ത്രി തന്നെ വെളിപ്പെടുത്തിയതോടുകൂടി ഈ ബ്രിട്ടാസിന്റെ പ്രതിച്ഛായൊക്കെ ആകെ പൊട്ടിപ്പാളീസായതാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഇടതുപക്ഷത്തിന്റെ വമ്പൻ തിരിച്ചടിക്ക് PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടതും ഒരു പ്രധാന ഘടകമായി മാറിയിട്ടുണ്ട്. ഈ RSS ബുദ്ധിയിൽ പിറന്ന ഈ ഒരു പദ്ധതി അത് എത്ര കോടി കിട്ടുമെന്ന് പറഞ്ഞാലും കമ്മ്യൂണിസ്റ്റുകൾ നേതൃത്വം നൽകുന്ന ഒരു സർക്കാർ നടപ്പാക്കാൻ പാടില്ലല്ലോ. പാലമായവർക്കും പാലമാകാൻ വിട്ടവർക്കുമെതിരെ സംഘടനാ നടപടി CPM സ്വീകരിക്കേണ്ട ഗൗരവപരമായ ഒരു വിഷയം തന്നെയാണിത്. പാർട്ടിക്കകത്ത് നിന്നും വിമർശനം ഉയർന്നതോടെ പിന്നീട് ഈ ഒരു പദ്ധതി പിണറായി സർക്കാർ ഉപേക്ഷിച്ചെങ്കിലും സംഘടനാപരമായ നടപടി അവിടെ ബാക്കി കിടപ്പുണ്ട്. അടുത്ത പാർട്ടി സമ്മേളനങ്ങളിൽ ഈ ഒരു വിഷയം പ്രധാന ചർച്ചാ വിഷയമാകും എന്ന് തന്നെയാണ് എൻ്റെ ഒരു ടേക്ക്. ഈ തിരഞ്ഞെടുപ്പ് തിരിച്ചടിയുടെ പശ്ചാത്തലം മുതലാക്കി CPM നേതൃത്വത്തിലേക്ക് ബ്രിട്ടാസ് ഉൾപ്പെടെയുള്ളവരെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള തന്ത്രപരമായ ഒരു നീക്കമാണ് ഇപ്പോഴത്തെ ഈ പരിഗണന. ഈ MA ബേബിക്ക് അങ്ങനെ ഒരു അജണ്ട ഉണ്ടോ എന്നൊരു സംശയം ഇടതുപക്ഷ കേന്ദ്രങ്ങളിൽ ഉണ്ട് എന്നാണ് ലഭിക്കുന്ന ഒരു വിവരം. പിണറായി വിജയന്റെ നല്ല കാലത്ത് അദ്ദേഹത്തോടൊപ്പം നിന്ന് ചിലര് ഇപ്പോൾ മറുകണ്ഠം ചാടി പുതിയ ശാക്തിക ചേരി സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ അവസരവാദികളായ ഏത് നേതാക്കൾ എവിടെ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ശ്രമിച്ചാലും അതിനൊക്കെ ഒരു CPM സംഘടനാ സമ്മേളനങ്ങൾ വരെ മാത്രമേ ആയുസുണ്ടാകുകയുള്ളൂ. വ്യക്തിപരമായ നേട്ടങ്ങൾക്കും അപ്പുറം പാർട്ടിയെ സ്നേഹിക്കുന്ന ഒരുപാട് പ്രവർത്തകരും നേതാക്കളും CPMലുണ്ട്. അവരൊന്ന് സടകുടഞ്ഞെണീറ്റാല് ബ്രാഞ്ച് തലം മുതൽ സംസ്ഥാന സമ്മേളനം വരെ ഔദ്യോഗിക പാനലിനെതിരെ മത്സരം ഉണ്ടാകും. അത് CPMൽ ഉണ്ടാക്കാൻ പോകുന്നത് വിപ്ലവകരമായിട്ടുള്ള ഒരു മാറ്റം തന്നെയായിരിക്കും. അത്തരമൊരു നേതൃത്വം വന്നാൽ UDFന്റെ വഞ്ചിയെയും അവർ മുക്കും. വീണ്ടും ഇടതുപക്ഷം തന്നെ അധികാരത്തിൽ വരികയും ചെയ്യും. അക്കാര്യത്തിൽ ആർക്കും ഒരു സംശയവും ഉണ്ടാകേണ്ടതില്ല. അതൊരു കടന്ന വിലയിരുത്തലല്ല അഭിരാമി? അങ്ങനെ എളുപ്പത്തിൽ ഒരു തിരിച്ചുവരവ് ഇടതുപക്ഷത്തിന് സാധ്യമാണോ? തീർച്ചയായിട്ടും സാധിക്കും. 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നാൽ തന്നെ അതിന്റെ ഒരു എഫക്ട് എന്തായാലും ഉണ്ടാകും. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ ഒരിക്കലും മത്സര രംഗത്ത് തന്നെ ഉണ്ടാകില്ല. വിജു കൃഷ്ണനെ പോലെയുള്ള കർഷക പോരാട്ടങ്ങളുടെ സമരനായകനെ CPM ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് ഇറക്കിയാൽ വലിയ ആവേശമാണത് ഇടതുപക്ഷത്ത് ഉണ്ടാക്കുക. ചുട്ടുകൊള്ളുന്ന വെയിലത്ത് നാസിക്കിൽ നിന്ന് മുംബൈ വരെ നടന്ന കർഷകരുടെ കൂറ്റൻ ലോങ് മാർച്ച് മുതൽ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നടന്ന കർഷക പോരാട്ടങ്ങളുടെ ബുദ്ധികേന്ദ്രം മാത്രമല്ല, അത് നയിച്ചവരിൽ പ്രമുഖനാണ് വിജു കൃഷ്ണൻ എന്നതുകൂടി നമ്മൾ എല്ലാവരും ഓർക്കണം. അതുകൊണ്ട് CPMൽ മുഖ്യമന്ത്രി മെറ്റീരിയൽ ഇല്ലെന്നൊന്നും ആരും കരുതണ്ട. മാത്രമല്ല, കണ്ണൂർ സ്വദേശിയും നിലവിലെ CPM പോളിറ്റ് ബ്യൂറോ അംഗവുമായതിനാൽ വിജു കൃഷ്ണനെ ലാൻഡ് ചെയ്യിപ്പിക്കാൻ CPM കേന്ദ്ര നേതൃത്വം വിചാരിച്ചാൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. ഈ നേരത്തെ പറഞ്ഞ PM ശ്രീയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. ഇപ്പോഴത്തെ UDF സർക്കാരും PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടാൻ പോകുന്നതായ ചില വാർത്തകൾ പുറത്തു വരുന്നുണ്ടല്ലോ. അതിനെക്കുറിച്ച് എന്താണ് അഭിരാമിക്ക് പറയാനുള്ളത്?
കോൺഗ്രസ് ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിൽ ഒപ്പിട്ട ഈ ഒരു പദ്ധതിയിൽ സ്വാഭാവികമായിട്ടും വി ഡി സതീശൻ സർക്കാരും ഒപ്പിടുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇടതുപക്ഷത്തെ പോലെ കാവ്യയോട് അയിത്തം കാണിക്കുന്ന പാർട്ടിയൊന്നും അല്ല കോൺഗ്രസ് എന്നതും നമ്മൾ തിരിച്ചറിയണം. കേന്ദ്ര ഫണ്ട് കിട്ടാൻ ഏത് പദ്ധതിയിലും UDF സർക്കാർ എന്തായാലും ഒപ്പിടും. PM ശ്രീയില് മുമ്പ് ഇടതുപക്ഷ സർക്കാർ ഒപ്പിട്ടുവെന്നും ആദ്യഘട്ടത്തിലെ പണം വാങ്ങിയെന്നൊക്കെ ഇപ്പോൾ ലീഗുകാരനായിട്ടുള്ള വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെ പറയുന്നത് ഒരു മുൻകൂർ ജാമ്യം എടുക്കലാണ്. എന്നാൽ PM ശ്രീ പദ്ധതിയുമായി സർക്കാർ മുന്നോട്ട് പോയാൽ അത് മുസ്ലിം ലീഗിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. 2029 തെരഞ്ഞെടുപ്പിൽ അതിന്റെ ഒരു എഫക്ട് തീർച്ചയായും ഉണ്ടാകുമെന്ന കാര്യത്തിലും എനിക്ക് എന്തായാലും ഒരു സംശയവുമില്ല.